ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണേ എന്ന് ആദ്യം എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. ദിവസങ്ങളിൽ വെച്ച് വളരെ പവിത്രമാക്കപ്പെട്ട ഒരു ദിവസത്തിലാണ് നമ്മൾ സമ്മേളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധാപൂർവം ഉറങ്ങാതെ ഉണർച്ചയിൽ തന്നെ ഇരിക്കണമെന്നാണ് ആമുഖമായി എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്. ഖുതുബയുടെ പ്രാധാന്യത്തെ ഇല്ലാതാക്കുകയും അതിന്റെ ഗൗരവത്തെ നഷ്ടപ്പെടുത്തുകയുമാണ് ഉറങ്ങുന്ന ആളുകൾ ചെയ്യുന്നത് എന്നാണ് ആമുഖമായി വളരെ ഗൗരവത്തിൽ ഉണർത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിക്കുക എന്നത് വളരെയേറെ പുണ്യമുള്ള ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ അഭിസംബോധനം ചെയ്തുകൊണ്ട് പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറാ, നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി സ്മരിക്കേണ്ടതുണ്ട് എന്നാണ്. കുറച്ച് സ്മരിക്കണം എന്നല്ല വിശുദ്ധ ഖുർആനിന്റെ കൽപ്പന, മറിച്ച് ധാരാളമായി നിങ്ങൾ അല്ലാഹുവിനെ സ്മരിക്കണം എന്നാണ്. നിങ്ങളുടെ ജീവിതത്തിലെ 24 മണിക്കൂർ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾ ആരെയെല്ലാം ഓർക്കുന്നുണ്ടോ, ആരെയെല്ലാം സ്മരിക്കുന്നുണ്ടോ, അവിടെയെല്ലാം ഏറ്റവും കൂടുതൽ നിഴലിച്ചു നിൽക്കേണ്ടത്, ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടത് അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും ഇനി ഒരു ലോകം വരാനുണ്ട് എന്ന ചിന്തയുമാണ് ഒരു മുഅ്മിനിന് ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടത് എന്നാണ് ആയത്തിന്റെ വിവക്ഷ. അതുകൊണ്ട് അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളും കടന്നു പോകേണ്ടത് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അല്ലാഹുവിനെ സ്മരിക്കുക എന്ന് പറയുമ്പോൾ പല രൂപത്തിൽ അല്ലാഹുവിനെ നമുക്ക് സ്മരിക്കാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിലൂടെ അല്ലാഹുവിനെ സ്മരിക്കാം, നമസ്കാരത്തിലൂടെ അല്ലാഹുവിനെ സ്മരിക്കാം. മറ്റുള്ള ദിക്റുകൾ എന്താണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായ ദിക്റുകൾ, അത് കൃത്യമായി ചൊല്ലിക്കൊണ്ട് അല്ലാഹുവിനെ സ്മരിക്കാൻ നമുക്ക് സാധിക്കും. അവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത്, പലപ്പോഴും പല ആളുകളും മനസമാധാനമില്ല, കുടുസതയാണ്, വീട്ടിലേക്ക് എത്തിയാൽ പ്രയാസമാണ്, എപ്പോഴും പ്രശ്നങ്ങളാണ്. ഒരു മനസമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി മനസ്സിന് ഒരു കുളിർമ ലഭിച്ചിട്ട്, മനസ്സിനൊരു ആശ്വാസം ലഭിച്ചിട്ട് എത്രയോ കാലമായി എന്നിങ്ങനെയൊക്കെ വേവലാതികൾ പറയുന്ന ആളുകൾ എമ്പാടുമുണ്ട്. എന്തിനേറെ എത്രയെത്ര കൗൺസിലിംഗ് കേസുകളാണ് ദിവസവും മുസ്ലിം ഉമ്മത്തിൽ നിന്ന് പോലും ഉണ്ടാകുന്നത്. അത് തെറ്റാണ് എന്നല്ല പറഞ്ഞു വന്നതിന്റെ ചുരുക്കം. പക്ഷേ അല്ലാഹുവിനെ സ്മരിക്കുന്നിടത്ത് നമുക്ക് വളരെ വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് ചുരുക്കം. വിശുദ്ധ ഖുർആൻ പറയുന്നത്, അലാ അറിയണേ, ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, നിങ്ങളുടെ ഹൃദയത്തിന് ശാന്തി ലഭിക്കുക, നിങ്ങളുടെ ഹൃദയത്തിന് സമാധാനം ലഭിക്കുക, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കാരുണ്യവും അല്ലാഹുവിന്റെ അനുഗ്രഹവും വന്നു ചേരുക. അത് അല്ലാഹുവിനെ സ്മരിക്കുന്നതിലൂടെയാണ്, അത് അല്ലാഹുവിനെ ഓർക്കുന്നതിലൂടെയാണ്, അത് അല്ലാഹുവിനെ ചിന്തിക്കുന്നതിലൂടെയാണ് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലും ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, എന്തെങ്കിലും ഒരു പ്രയാസം, എന്തെങ്കിലും ഒരു കുടുസത വരുമ്പോൾ മാറിയിരുന്ന് ഒറ്റക്കിരുന്നു കൊണ്ട് അല്ലാഹുവിനെ ഒന്ന് സ്മരിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും എത്ര വലിയ ശാന്തിയാണ് വിശുദ്ധ ഖുർആനും അല്ലാഹുവിന്റെ വചനങ്ങളും നമുക്ക് നേടിത്തരിക എന്ന് നമുക്ക് ബോധ്യപ്പെടും എന്നുള്ളതാണ്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ, നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി സ്മരിക്കേണ്ടതുണ്ട് എന്ന കൽപ്പന ജീവിതത്തോട് ചേർത്ത് വെക്കാൻ, ജീവിച്ച് കാണിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരുപാട് ദിക്റുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ദിക്റുകളിൽ വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന, ഒരുപാട് ശ്രേഷ്ഠതകൾ പറയപ്പെട്ട ഒരു ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ. എല്ലാ കാര്യങ്ങളും അല്ലാഹുവിലേക്ക് ഏൽപ്പിക്കുകയും എല്ലാ സഹായങ്ങളും അല്ലാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുകയും ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടായാലും അതെല്ലാം അല്ലാഹുവിന്റെ തീരുമാനത്തിൽ നിന്നുണ്ടായതാണ് എന്ന് മനസ്സിലാക്കുകയും
മനസ്സിലാക്കുകയും അങ്ങനെ എല്ലാം അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുന്ന വളരെ ശുദ്ധമായ തൗഹീദിന്റെ ആശയങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു നൽകുന്ന ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ. അത് നിരന്തരമായി നമ്മൾ ചൊല്ലിക്കൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സഹാബാക്കളോട് ഓരോ സഹാബിയെ കാണുമ്പോൾ പോലും ഈ ദിക്ർ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്നു എന്നാണ് വ്യത്യസ്തങ്ങളായ ഹദീസിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു വരുന്നത്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹി ഇബ്നു ഖൈസ് എന്ന സഹാബിയെ കാണാനിടയായി. അബ്ദുല്ലാഹി ഇബ്നു ഖൈസിനോട് പറയുന്നത്, ഖുൽ, ഓ അബ്ദുല്ലാ, നീ പറയണം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ നീ പറയണം. ഫഇന്നഹാ കൻസും മിൻ കുനൂസിൽ ജന്ന, അത് സ്വർഗ്ഗത്തിന്റെ നിധിയാണ്. സ്വർഗ്ഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ വലിയ പ്രതിഫലം, വമ്പിച്ച നേട്ടം, വമ്പിച്ച പ്രതിഫലത്തിന്റെ കൂമ്പാരങ്ങൾ ആ ദിക്ർ പറഞ്ഞ ആളുകൾക്ക് കാണാൻ സാധിക്കുമെന്നാണ്. മറ്റൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹാസിം എന്ന് പറയുന്ന സഹാബിയെ കണ്ടപ്പോൾ അദ്ദേഹത്തോട് പറയുകയുണ്ടായി, അക്സിർ, നീ വർദ്ധിപ്പിക്കണം, മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ നീ ധാരാളമായി ചൊല്ലിക്കൊണ്ടേയിരിക്കണം എന്ന് പറഞ്ഞു കൊടുത്തു എന്ന്. അതുകൊണ്ട് നമ്മൾ ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട ഒരു ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ. വമ്പിച്ച പ്രതിഫലമാണ് അതിനുള്ളത്. എന്തിനേറെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അർശിന് കീഴിൽ, അല്ലാഹുവിന്റെ അർശിന് കീഴിൽ ഒരു ഖജനാവുണ്ട്. ആ ഖജനാവ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞ ആളുകൾക്കാണ് ലഭിക്കുന്നത് എന്നാണ്. അതാണ് ഈ ദിക്റിന്റെ ഒന്നാമത്തെ ശ്രേഷ്ഠതയായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തേത്, സ്വർഗത്തിന്റെ ഒരു വാതിൽ തന്നെ ഈ ദിക്റുകൾ പറഞ്ഞ ആളുകൾക്ക് പ്രവേശിക്കാനുള്ളതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. അലാ അദുല്ലുക അലാ ബാബിൻ മിൻ അബ്വാബിൽ ജന്ന, സ്വർഗത്തിന്റെ ഒരു വാതിലിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അപ്പോൾ സഹാബാക്കൾ പറഞ്ഞു, അതേ റസൂലേ, പറഞ്ഞു തന്നാലും. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നത് സ്വർഗത്തിന്റെ വാതിലാണ് എന്നാണ്. അതുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ ദിക്ർ അധികരിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിന്റെ ചുരുക്കം. മൂന്നാമത്തേത്, എന്നെന്നും ബാക്കിയാകുന്ന വലിയ വലിയ പ്രതിഫലം നേടിത്തരുന്ന, നമ്മൾ ആഖിറത്തിലേക്ക് എത്തിച്ചെന്നാൽ നമുക്ക് സന്തോഷം നൽകുന്ന ഒരു ദിക്റാണ് ഈ പറയുന്ന ദിക്ർ എന്നാണ്. മരണം ഒരു വെളിപ്പാടകലെയാണുള്ളത്. എപ്പോഴും വേണമെങ്കിലും മരിക്കാം. നമ്മൾ നനച്ചിരിക്കാതെ നമ്മിലേക്ക് മരണം വന്നെത്തും എന്നത് ഉറപ്പാണ്. ആ സന്ദർഭത്തിൽ എന്തെങ്കിലും ഒന്ന് ഉപകരിക്കണമെങ്കിൽ ആത്മാർത്ഥമായി മനസ്സിന്റെ ഉള്ളിൽ നിന്ന് നിഷ്കളങ്കമായി ഇത്തരം ദിക്റുകൾ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങാൻ, അള്ളാഹുവിലേക്ക് യാത്ര ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ഇസ്തഗ്ഫിറു, നിങ്ങൾ വർദ്ധിപ്പിക്കുക, മിനൽ ബാഖിയാത്തിസ് സാലിഹാത്ത്, ഒരുപാട് ബാക്കിയാകുന്ന നന്മകൾ നിങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ മരണത്തെ നേരിടേണ്ടത്. സഹാബാക്കൾ വളരെ ഊർജ്ജസ്വലതയോടുകൂടി താല്പര്യത്തോടുകൂടി ചോദിച്ചു, വമാഹിയ യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിന്റെ പ്രവാചകരെ, ഏതാണ് ആ ദിക്ർ? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അത്തക്ബീർ വത്തഹ്ലീൽ വത്തസ്ബീഹ് വൽഹംദ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു അക്ബർ എന്ന് പറയലാൻ, സുബ്ഹാനല്ലാഹ് എന്ന് പറയലാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയലാൻ, അൽഹംദുലില്ലാഹ് എന്ന് പറയലാണ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്റുകൾ പറയുകയാണ് ചെയ്യേണ്ടത് എന്നാണ്. അതുകൊണ്ട് ബാക്കിയാകുന്ന നന്മകളാണ് നമ്മൾ ഈ ദുനിയാവിൽ ചെയ്തുകൊണ്ടേയിരിക്കേണ്ടത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നത്, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ, ദുനിയാവിലുള്ള നിങ്ങളുടെ ധനവും നിങ്ങളുടെ മക്കളും എല്ലാം അലങ്കാരം മാത്രമാണ്. എല്ലാം അലങ്കാരം മാത്രമാണ്. കുറച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന അവസ്ഥയുണ്ടാകും. അതല്ലെങ്കിൽ നിങ്ങൾ അവരിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടാകും. അങ്ങനെ നിങ്ങൾ പിരിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർ നിങ്ങളോട് വിട പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ നിങ്ങളും നിങ്ങളുടെ നന്മകളും മാത്രമാണ്. അവിടെയാണ് വൽ ബാഖിയാത്തുസ് സാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല. അതുകൊണ്ട് എന്നെന്നും ബാക്കിയാകുന്ന നന്മകളാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലതും, നിങ്ങൾക്ക് ആഖിറത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്നതും ബാക്കിയാകുന്ന നന്മകൾ എന്ന് പറഞ്ഞു വെക്കുകയാണ്. സ്വർഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, സ്വർഗത്തിലേക്ക് എത്തുന്നതിന് തൊട്ടു മുമ്പ് ആഖിറത്തിൽ നടക്കുന്ന ഒരു അഭിമുഖ സംഭാഷണമുണ്ട്. ആഖിറത്തിൽ
ഉപ്പയും മകനും ഉപ്പയും ഉമ്മയും തമ്മിൽ നടക്കുന്ന വളരെ വേദനാജനകമായ ഒരു അഭിമുഖ സംഭാഷണം സൂറത്തു അബസയിലെ അവസാനത്തെ ആയത്തിൽ വിവരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഉമ്മിഹി വ അബി, ഉമ്മയും ഉപ്പയും തമ്മിൽ നേരിട്ട് സംസാരിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകുന്ന ആ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇക്രിമ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഉപ്പ ഉമ്മയെ കാണും, എന്നിട്ട് ഉപ്പ ചോദിക്കുന്ന അയ്യു ബഅലിൻ കുന്തു ലക്, ഞാൻ നിനക്ക് എങ്ങനെയുള്ള ഭർത്താവായിരുന്നു? ആ സമയത്ത് ഭാര്യ പറയും, എല്ലാ നന്മകളും എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്, എനിക്ക് ചെയ്തു തരേണ്ട എല്ലാ ബാധ്യതകളും നിങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്, ആ ബാധ്യതയിൽ നിങ്ങൾ യാതൊരു വീഴ്ചയും വരുത്തിയിട്ടില്ല. ആ സന്ദർഭത്തിൽ ആ ഉപ്പ ആ ഭർത്താവ് ചോദിക്കുമെന്നാണ്, എങ്കിൽ എനിക്ക് ഒരു നന്മ, മിസ്കാലു ദർറ, ഒരു അണുമണി തൂക്കം നന്മ എനിക്ക് നൽകിയാലും എന്ന് ഭാര്യയോട് ആവശ്യപ്പെടുന്ന രംഗം. ആ സമയത്ത് ഭാര്യ പറയുന്ന, നിങ്ങൾ ഏതൊന്നിനെയാണോ ഭയപ്പെടുന്നത് അതിനെ ഞാനും ഭയപ്പെടുന്നുണ്ട്, അതുകൊണ്ട് ഒരിക്കലും ഒരു നന്മയും ഒരു നന്മയുടെ തുണ്ട് പോലും ഒരു നന്മയുടെ അംശം പോലും എനിക്ക് നൽകാൻ സാധിക്കുകയില്ല എന്നാണ്. സ്വാർത്ഥതയുടെ ലോകത്തിലേക്കാണ് നമുക്ക് മടങ്ങാനുള്ളത്. നമ്മളും നമ്മുടെ കർമ്മങ്ങളുമല്ലാത്ത മൂന്നാമതായി ഒരാൾ പോലും നമ്മുടെ കൂടെ ഉണ്ടാവുകയില്ല. ഇന്ന് ആർക്ക് വേണ്ടിയാണോ നമ്മൾ നമ്മുടെ ജീവിതം ത്യജിച്ചുകൊണ്ടിരിക്കുന്നത് അവരാരും നമുക്ക് ശുപാർശക്കായി ഉണ്ടാവുകയില്ല. നമ്മുടെ നന്മകൾ മാത്രം ശുപാർശക്കായി ഉണ്ടാകുന്ന ലോകം. അതുകൊണ്ട് ആത്മാർത്ഥമായി ഒരു വിചിന്തനം നടത്തുക. എന്താണ് എന്റെ ജീവിതത്തിന്റെ പോക്ക്? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ തന്നെയാണല്ലോ ഈ പറയുന്ന ആഖിറവും ഈ പറയുന്ന ആഖിറത്തിലെ പ്രതിഭാസങ്ങളെയും എല്ലാം നേരിടേണ്ടത്, ഞാൻ ഒറ്റക്കാണല്ലോ എന്ന ചിന്ത മനസ്സിൽ ഊട്ടി ഉറപ്പിക്കേണ്ടതുണ്ട് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മുടെ മരണം കഴിഞ്ഞാൽ 2-3 ദിവസം, അതല്ലെങ്കിൽ ഒരു മാസം, അതുമല്ലെങ്കിൽ ഒരു 4-5 മാസം നമ്മെ ആളുകൾ ഓർക്കും. അത് കഴിഞ്ഞാൽ ഒരാൾ പോലും നമ്മെ ഓർക്കുകയില്ല. പ്രാർത്ഥനകളുടെ ലിസ്റ്റിൽ നിന്ന് നമ്മുടെ പേരുകൾ മാഞ്ഞു പോകും. പിന്നെ നമുക്ക് നമ്മൾ മാത്രമാണ് ഉണ്ടാവുക. അതുകൊണ്ട് ആത്മാർത്ഥമായി ഇത്തരം ദിക്റുകൾ വർദ്ധിപ്പിക്കാൻ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. നാലാമതായി ഈ ദിക്റിന്റെ പ്രത്യേകത എന്നത് സ്വർഗത്തിലെ തൈ, സ്വർഗത്തിലെ സസ്യം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ദിക്റാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ മുഹമ്മദ്, ഓ പ്രവാചകരെ, ഓ മുഹമ്മദ്, മുർ ഉമ്മതക, നിന്റെ ഉമ്മത്തിനോട് നീ കൽപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു റസൂലിനോട് പറയുകയാണ്, അൻ യുക്സിറു മിൻ ഗിറാസിൽ ജന്ന, സ്വർഗ്ഗത്തിലെ സസ്യമായ ദിക്ർ അത് നീ വർദ്ധിപ്പിച്ചുകൊള്ളുക. ഏതാണ് ആ ദിക്ർ എന്ന് സഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചപ്പോൾ അല്ലാഹു പറഞ്ഞു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞു എന്നാണ്. അഞ്ചാമതായി ഈ ദിക്റിന്റെ പ്രത്യേകത, ഈ ദിക്ർ ഒരു അടിമ ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്നാണ്, സദഖ അബ്ദി, എന്നെ എന്റെ അടിമ സത്യപ്പെടുത്തി, എന്റെ അടിമ സത്യസന്ധനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന. ആര് നമ്മെ കളവാക്കിയാലും അല്ലാഹുവിന്റെ സത്യപ്പെടുത്തലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് അല്ലാഹു നമ്മെ സത്യപ്പെടുത്തണോ, അല്ലാഹു സത്യപ്പെടുത്തിയ ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണോ എങ്കിൽ ഈ ദിക്ർ നമ്മൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. ദിക്റിന്റെ അർത്ഥത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ലാ ഹൗല, ഒരു സഹായവുമില്ല, ഒരു സഹായവുമില്ല, വലാ ഖുവത, ഒരു ശക്തിയുമില്ല, ഇല്ലാ ബില്ലാ, അല്ലാഹുവിനെ കൊണ്ടല്ലാതെ എന്നാണ് ഈ ദിക്റിന്റെ ആശയവും അർത്ഥവുമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരവസ്ഥയിലാണോ ഇപ്പോൾ ഉള്ളത്, ഈ അവസ്ഥയിൽ നിന്ന് ഒരു നല്ലൊരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിപ്പെടണമെങ്കിൽ അല്ലാഹുവിന്റെ തൗഫീഖ്, അല്ലാഹുവിന്റെ ഉദ്ദേശം, അല്ലാഹുവിന്റെ ശക്തി അതിൽ വന്നു ചേർന്നാലല്ലാതെ ഒരിക്കലും നമ്മുടെ കഴിവ് കൊണ്ട് നമുക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുകയില്ല എന്ന തിരിച്ചറിവാണ് ഈ ദിക്റുകൾ പറയുന്ന ആളുകൾക്ക് ഉണ്ടാവുക എന്നാണ്. പലപ്പോഴും മനുഷ്യൻ അവനെ സംബന്ധിച്ചിടത്തോളം സമ്പത്ത് അവനിലേക്ക് വന്നു ചേരുമ്പോൾ, ഐശ്വര്യം അവനിലേക്ക് വന്നു ചേരുമ്പോൾ അഹങ്കരിച്ച് നടക്കുന്ന അവസ്ഥ, അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന അവസ്ഥ, അത്തരം ആളുകൾ മനസ്സിലാക്കേണ്ടത് ഒരു നിമിഷത്തെ ഒരു രോഗം, കയ്യിലോ കാലിനോ ബാധിക്കുന്ന ചെറിയൊരു അസുഖം, എന്തിനേറെ വായയിൽ പോലും ബാധിക്കുന്ന ചെറിയൊരു അസുഖം ക്യാൻസറിലേക്ക് എത്തി, പിന്നെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ നിമിഷ നേരങ്ങൾ മാത്രം മതി എന്ന ചിന്ത നമുക്കുണ്ടാകണം. അവിടെയാണ് മനസ്സിലാക്കുന്നത്
മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനെ കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഐശ്വര്യം നേടിയെടുത്തത്, അള്ളാഹുവിനെ കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോഴുള്ള ഈ അവസ്ഥ, ഞാൻ ഇപ്പോൾ ആസ്വദിക്കുന്ന ഈ ആസ്വാദനം, ഞാൻ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അനുഗ്രഹം അള്ളാഹുവിനെ കൊണ്ട് മാത്രമാണ് എന്ന വിനയത്തിന്റെ ഭാവമാണ് ഒരു അടിമക്ക് ഉണ്ടാകേണ്ടത് എന്നാണ്. അതുകൊണ്ട് ഈ ദിക്റുകൾ പറയുന്നതോടുകൂടി നമ്മുടെ അഹങ്കാരം ഇല്ലാതെയാകും, നമ്മുടെ വിനയത്തിന്റെ ഭാവം വർദ്ധിക്കും, നമ്മുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാകും, നമ്മുടെ തൗഹീദിൽ ഉറപ്പുണ്ടാകും, നമ്മുടെ തവക്കുലിന് പറയാൻ സാധിക്കാത്ത അത്ര തവക്കുൽ അവന്റെ ജീവിതത്തിൽ വന്നു ചേരും. കാര്യങ്ങൾ ബരമേൽപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ദിക്ർ എന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ദിക്റാണ്. ഈ ദിക്റിനെ കുറിച്ച്, ഇത് എപ്പോഴാണ് പറയേണ്ടത് എന്നതിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാഹ് എന്നൊരാൾ കേട്ടുകഴിഞ്ഞാൽ അവൻ പറയേണ്ടത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നതാണ്. അതായത് ആ പറയുന്നതിന്റെ അർത്ഥം, അതിന്റെ ആശയം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അള്ളാഹു നിസ്കാരത്തിലേക്ക് വിളിക്കുകയാണ്, വിജയത്തിലേക്ക് വിളിക്കുകയാണ്. ആ സമയത്ത് റസൂൽ പറയുന്നത് നിങ്ങൾ ഈ ദിക്ർ പറയണം എന്നാണ്. ഒരാൾക്ക് നിസ്കാരത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കണമെങ്കിൽ, ഒരാൾക്ക് നിസ്കരിക്കാൻ സാധിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകണം, അള്ളാഹുവിന്റെ ശക്തി ഉണ്ടാകണം. അല്ല എങ്കിൽ ആ നിസ്കാരത്തിന് പോലും എത്തുക അവനെ കൊണ്ട് സാധ്യമല്ല എന്നാണ്. ഒരു നന്മ പോലും ചെയ്യാൻ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ടല്ലാതെ സാധിക്കുകയില്ല എന്നാണ് ഈ ദിക്ർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവൻ പറയുകയാണ് ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നൊരടിമ പറഞ്ഞു കഴിഞ്ഞാൽ പിശാച് പറയുന്ന ഹുദീത വഉഖീത വകുഫീത, നീ രക്ഷപ്പെട്ടിരിക്കുന്നു, നിനക്ക് മതിയായിരിക്കുന്നു, നിന്റെ കാവൽ അല്ലാഹു ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പിശാച് പറയുന്ന. എന്നിട്ട് അടുത്ത ഒരു പിശാച് ചോദിക്കുന്ന, ഇനി അവൻ എങ്ങനെയാണ് വഴിതെറ്റിപ്പിക്കപ്പെടുക, ഇനി അവനെ എങ്ങനെയാണ് നമ്മുടെ പാതയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക? അവൻ ഹിദായത്തിന്റെ മാർഗം സ്വീകരിച്ചിരിക്കുന്നു, നന്മയുടെ പാതയിലേക്ക് അവൻ സഞ്ചരിച്ചിരിക്കുന്നു, അള്ളാഹുവിന്റെ സംരക്ഷണം അവന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അവനെ ഒരു നിലക്കും നമുക്ക് വഴിതെറ്റിക്കുക, വഴിയിൽ നിന്ന് പിഴപ്പിക്കുക സാധ്യമല്ല എന്ന് പിശാച് പറയുന്ന. അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സന്ദർഭത്തിൽ ഇത്തരം ദിക്റുകൾ പറയാൻ, ആവർത്തിക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. പാപങ്ങൾ ചെയ്ത് ആ പാപങ്ങളിൽ മുങ്ങിക്കുളിച്ച് പാപങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ ഒരു നന്മയും ബാക്കിയാകാത്ത ആളുകൾ തിരിച്ചറിയേണ്ടത് ഇത്തരം ദിക്റുകളിലൂടെ നിങ്ങളുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്റെ റസൂലിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് മാ അലൽ അർദി അഹദുൻ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ആരെങ്കിലും ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ ഇല്ലാ കുഫിറത് അൻഹു ഖതായാഉ വലൗ കാനത് മിസ്ല ദബദിൽ ബഹർ, കടലിലെ നുരയോളം പാപങ്ങളാണ് അവൻ ചെയ്തതെങ്കിൽ പോലും ഈ ദിക്ർ പറയുന്നതോടുകൂടി അവന്റെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കും എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, സമയം നമ്മിലൂടെ വളരെ പെട്ടെന്നാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലകൾ എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ചു നോക്കിക്കഴിഞ്ഞാൽ മിന്നായം പോലെ, നിമിഷ നേരം പോലെയാണ് ഇന്നലകൾ നമ്മിലൂടെ കഴിഞ്ഞു പോയത്. വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്ന ആളുകൾ സ്വന്തം യുവത്വത്തിലേക്കൊന്ന് മടങ്ങി നോക്കിക്കഴിഞ്ഞാൽ എത്ര പെട്ടെന്നാണ് വാർദ്ധക്യത്തിലേക്ക് എത്തി, സ്വന്തം മകളുടെയും മകന്റെയും കല്യാണം കഴിക്കുന്ന പ്രായത്തിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ വളരെ വേഗതയിലാണ് നമ്മുടെ സമയം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ നന്മക്ക്, നമ്മുടെ നന്മകൾക്ക്, നമ്മുടെ സ്വാലിഹത്തായ കർമ്മങ്ങൾക്ക് വേഗതയില്ല എങ്കിൽ, അതിന് വേഗത കുറവാണ് എങ്കിൽ മനസ്സിലാക്കേണ്ടത് പരാജയത്തിലേക്കാണ് നമ്മൾ നടന്നു നീങ്ങുന്നത്. ആത്മാർത്ഥമായി ഒന്ന് ആലോചിക്കുക. ഒന്നും തന്നെ ഈ ദുനിയാവിൽ നമുക്ക് നേടാനില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പരമപ്രധാനമായ ലക്ഷ്യം എന്നത് ആഖിറം മാത്രമാണ്. ആ ആഖിറമുണ്ടല്ലോ, നമ്മൾ അത് ഒരുക്കി വെച്ചിട്ടുള്ളത് ദുനിയാവിൽ ഫസാദ് ഉദ്ദേശിക്കാത്ത, ദുനിയാവിൽ ഒരു മേൽക്കോയ്മയും ആഗ്രഹിക്കാത്ത മുത്തഖീങ്ങളായ ആളുകൾക്കാണ് ആ ആഖിറം അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നാണ്. അതുകൊണ്ട് ഇത്തരം ദിക്റുകൾ, ഇത്തരം നന്മകൾ ജീവിതത്തിൽ നമ്മൾ ആവർത്തിച്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നതിലൂടെയാണ് ജീവിതം ഏറ്റവും നന്നായി മാറുക എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. മുനാഫിഖീങ്ങളെ വിശേഷിപ്പിക്കുന്നിടത്ത് വിശുദ്ധ ഖുർആൻ പറയുന്നത് വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല, അല്ലാഹുവിനെ വളരെ കുറച്ച് മാത്രമാണ് അവർ സ്മരിക്കുന്നത് എന്ന്, അല്ലാഹുവിനെ ഓർക്കുന്നത് വളരെ തുച്ഛം മാത്രമാണ് എന്നാണ്
എന്നാണ് പറയുന്നത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ആലോചിച്ചു നോക്കുക, ഞാനും നിങ്ങളും മുനാഫിഖാണോ എന്ന് ആത്മാർത്ഥമായി ആലോചിച്ചു നോക്കുക. സഹാബാക്കളുടെ കൂട്ടത്തിൽ ചില സഹാബാക്കൾ പോയി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അല്ല റസൂൽ മുനാഫിഖുകളുടെ പേര് നിനക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, അതിൽ എന്റെ പേരുണ്ടോ എന്ന് നീ ഒന്ന് അന്വേഷിച്ചു നോക്കണം എന്ന് പറയുന്നത് ഇസ്ലാമിലെ രണ്ടാമത്തെ ഖലീഫയാണ്, ഇസ്ലാമിലെ രണ്ടാമത്തെ ഭരണാധികാരിയാണ് പോയി ചോദിക്കുന്നത് എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ ഏതൊരു നിലയിലാണുള്ളത് എന്ന അവസ്ഥ നമുക്ക് വളരെ കൃത്യമായി ബോധ്യമുള്ള ആളുകളാണ്. അതുകൊണ്ട് പേരുകൊണ്ട് മുസ്ലിമാണ് എന്നത് സത്യമാണ്, സൽക്കർമ്മങ്ങൾ കൊണ്ട് നിസ്കരിക്കുന്നു എന്നത് സത്യമാണ്. അതിലുപരി ആത്മാർത്ഥമായി എത്ര നിസ്കാരങ്ങൾ, ആത്മാർത്ഥമായി എത്ര നോമ്പുകൾ, ആത്മാർത്ഥമായി എത്ര സകാത്തുകൾ നമുക്ക് നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാലോചിച്ചു നോക്കുക. ആത്മാർത്ഥതയില്ലാത്ത കർമ്മങ്ങൾ നാളെ അള്ളാഹുവിന്റെ ലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒന്നുപോലും ബാക്കിയാകാത്ത അവസ്ഥയാണ് ഉണ്ടാവുക. അവിടെ എത്തിക്കഴിഞ്ഞാൽ അള്ളാഹു പറയുമെന്നാണ്, നീ ആർക്ക് വേണ്ടിയാണോ ചെയ്തത് അവന് നീ ഇതിന്റെ പ്രതിഫലം നൽകുക, എനിക്കിതിന്റെ ആവശ്യമില്ല, ഞാൻ ഇത് സ്വീകരിക്കുകയില്ല, നീ ആർക്ക് വേണ്ടി ചെയ്തോ അവന് വേണ്ടി ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു അതിനെ തള്ളി മാറ്റുന്ന, അള്ളാഹു അതിനെ സ്വീകരിക്കാത്ത ഒരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വേദനാജനകമായ അവസ്ഥയാണ്. അതുകൊണ്ട് രഹസ്യമായ കർമ്മങ്ങൾ, രഹസ്യമായ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അള്ളാഹുവിന്റെ സഹായം എല്ലാത്തിനും മുഖ്യമാണ്. ആ സഹായം ലഭിക്കുന്ന ഏറ്റവും വലിയ ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ദിക്ർ. അതുകൊണ്ട് ആവർത്തിക്കുക. നാവ് വഴങ്ങുന്നതുവരെ, നാവ് ക്ഷീണിക്കുന്നതുവരെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥാവിശേഷം നമുക്കുണ്ടാകണം എന്നാണ് പറഞ്ഞു വന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും നല്ല രൂപത്തിൽ അവനെ ആരാധിക്കുകയും ഇബാദത്തുകളിൽ നിഷ്കളങ്കത കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്ന അവന്റെ യഥാർത്ഥ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിന്റെ രഹസ്യപരസ്യ മേഖലകളിൽ കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണേ എന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനിന്റെ കേന്ദ്രവും തഖ്വയുള്ള മുസ്ലിമിന്റെ വീടും ദിവസവും 5 നേരം നിർബന്ധമായും പ്രവേശിക്കണമെന്ന കൽപ്പന വന്ന പവിത്രമാക്കപ്പെട്ട അള്ളാഹുവിന്റെ ഭവനമാണ് പള്ളികൾ എന്ന് പറയുന്നത്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ഇഷ്ടമുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൈറുൽ ബിഖാഇ അൽ മസാജിദ്, ഏറ്റവും നല്ല സ്ഥലം എന്ന് പറയുന്നത് അത് പള്ളികളാണ് എന്നും വശറുൽ ബുഖാഇ അൽ അസ്വാഖ്, ഏറ്റവും മോശപ്പെട്ട സ്ഥലം എന്നത് അങ്ങാടികളാണ് എന്നും വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം തന്നെ പള്ളിയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി കാണും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് യാത്ര തിരിക്കുകയാണ്. റസൂലിന്റെ ജീവിതത്തിന്റെ നിർണായക കാലഘട്ടം. മക്ക ജീവിതം കഴിഞ്ഞ് മക്കയിൽ ജീവിക്കാൻ സാധിക്കുന്നില്ല. മക്ക മുശ്രിക്കീങ്ങൾ റസൂലിനെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. ഒരുപാട് പീഡനത്തിനിരയാകുന്നു, പ്രയാസത്തിനിരയാകുന്നു. ആ പ്രയാസവും പീഡനങ്ങളുമെല്ലാം സഹിച്ച് ദീന് കാത്തു സൂക്ഷിക്കണമല്ലോ, കൃത്യമായി ദീനനുസരിച്ച് ജീവിക്കണമല്ലോ എന്നോർത്തുകൊണ്ട് മദീനയിലേക്ക് പലായനം ചെയ്യുകയാണ്. പലായനം ചെയ്ത് ആദ്യമായി റസൂൽ ആ മദീനയിൽ നിർമ്മിക്കുന്നത് റസൂലിന്റെ വീടല്ല, സഹാബാക്കൾക്ക് വേണ്ടിയുള്ള വീടല്ല, മറിച്ച് പള്ളിയായിരുന്നു. ആദ്യത്തെ മദീനയിൽ നിർമ്മിക്കപ്പെട്ട ഒരു കെട്ടിടം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ പള്ളി നിർമ്മിക്കാൻ വേണ്ടി റസൂൽ മദീനയിലേക്ക് എത്തുകയും റസൂലിന്റെ ഒട്ടകം പള്ളിയുടെ സ്ഥലം കാണിച്ചു കൊടുക്കുകയും അങ്ങനെ ഇരിക്കെ ആ സ്ഥലത്തെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ 2 അനാഥ കുട്ടികളുടെ സ്ഥലമാണ് ആ പള്ളി എന്നുള്ളത്. ആ പള്ളി വരാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം 2 അനാഥ കുട്ടികളുടെ സ്ഥലമാണ്. അവര് റസൂലിനോട് പറയുന്ന ഒരു രംഗമുണ്ട്, റസൂലെ പള്ളി നിർമ്മിക്കാനല്ലേ, നിങ്ങൾ എടുത്തോ റസൂലെ, ഒന്നും തിരിച്ചു നൽകേണ്ടതില്ല, ഞങ്ങൾക്കൊന്നും ഇല്ല എങ്കിലും പ്രശ്നമില്ല, പള്ളി നിർമ്മിക്കാനാണല്ലോ, നിങ്ങൾ എടുത്തുകൊള്ളൂ എന്ന് അനാഥരായ ഉപ്പയും ഉമ്മയും ഒന്നുമില്ലാത്ത കുടുംബക്കാരാൽ ജീവിച്ചു പോകുന്ന ആ ചെറിയ മക്കൾ അവർ റസൂലിനോട് പറഞ്ഞു എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ അവസ്ഥ മനസ്സിലാക്കി, അവരുടെ സാഹചര്യം മുഖവിലക്കെടുത്തുകൊണ്ട് റസൂൽ അവർക്ക് കൊടുക്കേണ്ട പണം കൊടുത്തുകൊണ്ട് പള്ളി നിർമ്മിക്കുകയാണ്. ഇസ്ലാമിലെ 1ാമത്തെ യൂണിവേഴ്സിറ്റി അത് പള്ളിയായിരുന്നു. ഇസ്ലാമിലെ 1ാമത്തെ പാഠശാല അത് പള്ളിയായിരുന്നു.
പള്ളികളിൽ നിന്നാണ് ഏറ്റവും ഉന്നതന്മാരായ നേതാക്കൾ ഇസ്ലാമിലൂടെ വാർത്തെടുക്കപ്പെട്ടത് എന്ന യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഫീ ബുയൂത്തിൻ, ചില വീടുകളുണ്ട്, ആ വീടുകൾ എന്നത് പ്രകാശ തുല്യമായ വീടുകളാണ്. പള്ളികളെ ഉദ്ദേശിച്ചുകൊണ്ട് പറയുകയാണ് അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹ ഇസ്മുഹു, അല്ലാഹു ആ പള്ളികൾ ഉയർത്താൻ, പള്ളികൾ നിർമ്മിക്കാൻ നിങ്ങൾക്ക് അനുവാദം തന്നിരിക്കുന്നു. ആ പള്ളികളിൽ അല്ലാഹുവിന്റെ നാമങ്ങളാണ് ഉയർന്നുകൊണ്ടേയിരിക്കേണ്ടത് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്. ഈ ആയത്തിൽ നിന്ന് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് പള്ളികൾ ഉയർത്തുക എന്ന് പറയുമ്പോൾ പള്ളി പണിയുന്നതിന്റെ പ്രാധാന്യമാണ് ഈ ആയത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മൻ ബനാ മസ്ജിദൻ യബ്തഗി ബിഹി വജ്ഹല്ലാഹ് ബനല്ലാഹു ലഹു മിസ്ലഹു ഫിൽ ജന്ന. ആരെങ്കിലും ഒരാൾ അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പള്ളി നിർമ്മിച്ചു കഴിഞ്ഞാൽ അതുപോലെയുള്ള ഒന്ന് അവന് സ്വർഗത്തിൽ അള്ളാഹു നിർമ്മിച്ചു കൊടുക്കുന്ന. ഒരാൾ പള്ളി നിർവഹിക്കാൻ വേണ്ടി മുന്നിട്ട് വന്നാൽ അതുപോലെയുള്ള ഒന്ന്, അതിൽ ഒരു കുറവുമില്ലാതെ അള്ളാഹു നിർമ്മിച്ചു കൊടുക്കും എന്നാണ് ഹദീസിന്റെ വിവക്ഷ. ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് പറയുന്നത് മദീന പള്ളി നവീകരിക്കുന്ന സമയത്താണ്, പുതുക്കി പണിയുന്ന സമയത്താണ് ഈ ഹദീസ് സഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതായത് എപ്പോഴും വേണമെങ്കിലും പള്ളിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നവീകരണങ്ങൾ നടക്കുന്നുവോ അവിടെയെല്ലാം നമുക്കൊരു സംഭാവന നൽകാൻ സാധിക്കുക എന്നത് അള്ളാഹുവിന്റെ വലിയ തൗഫീഖായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അള്ളാഹുവിന്റെ വലിയ അവസരമായിട്ടാണ് നമ്മൾ അതിനെ മുഖവിലക്കെടുക്കേണ്ടത് എന്നാണ്. മറ്റൊരു ഹദീസിൽ പറയുന്നത് ഒരു പ്രാവിന് നിൽക്കാൻ എത്ര സ്ഥലമാണോ വേണ്ടത് അത്ര സ്ഥലം, അതിനുവേണ്ടി ഒരാൾ പള്ളി നിർമ്മിച്ചു കഴിഞ്ഞാൽ അതുപോലെയുള്ള ഒന്ന് അവൻ അള്ളാഹു കൊടുക്കുന്ന. നാളെ സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവനൊരു വീട് അള്ളാഹു പണിതു കൊടുക്കും എന്ന് പറയുകയാണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്ന വളരെ വലിയ ഒരു അവസരമാണ്. തിരൂരിലെ BP അങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പള്ളി നിർമ്മാണം നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ധനത്തിൽ നിന്ന് ഒന്നും തന്നെ നമ്മൾ ഖബറിലേക്ക് കൊണ്ടുപോവുകയില്ല. എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾ എന്താണോ സ്വതക്കയായി നൽകിയത്, നമ്മൾ എന്താണോ ദാനധർമ്മമായി നൽകിയത്, അത് മാത്രമാണ് നമ്മൾ നമ്മുടെ ഖബറിലേക്ക് കൊണ്ടുപോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ പങ്കാളികളാകാൻ നമുക്ക് ഏവർക്കും, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ആളുകൾക്കും അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.